ഹായ് ഫ്രണ്ട്സ്, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുഖത്തിന് നാച്ചുറലായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ്, ഒരൊറ്റ യൂസ് തന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടാൻ, സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ, ഓപ്പൺ പോർസിൻ്റെ സൈസ് കുറയ്ക്കാൻ, മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ട് മുഖം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സ്ക്രബാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ യൂസ് തന്നെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം തന്നെ അറിയാൻ പറ്റും. കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല പോലെ നിറം വയ്ക്കും. അപ്പോൾ ഈ ഒരു സ്ക്രബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ സ്ക്രബ് തക്കാളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. തക്കാളിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട, തക്കാളിയുടെ ഒരു കഷ്ണം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് വരാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. തക്കാളി മാത്രം എടുത്തിട്ട് നമ്മുടെ മുഖത്തൊന്ന് ഉരച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിലും നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കും കേട്ടോ. ടാനൊക്കെ ഒരൊറ്റ യൂസിൽ മാറിക്കിട്ടാൻ തക്കാളി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ്. കുറച്ച് തരിതരിപ്പുള്ള ഏതെങ്കിലും ഒരു കാപ്പിപ്പൊടി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ഒരു പഞ്ചസാരയുടെ തരി സഹായിക്കും. അതുകൊണ്ട് പിന്നെ പഞ്ചസാര അങ്ങനെ തന്നെ എടുത്താൽ സ്കിന്നിൽ ചിലപ്പോൾ ഇങ്ങനെ വരകളൊക്കെ വരും. അതുകൊണ്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേന് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനാണ്. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ അതൊന്ന് എളുപ്പമാവാനാണ്. ഒരു സ്കിന്നിൽ റഫായിട്ടുള്ള ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ തേന് സ്കിന്ന് നിറം വയ്ക്കാൻ, പാടുകൾ മാറാൻ, അങ്ങനെ സ്കിന്നിന് നല്ലതായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തേനും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട. അപ്പോൾ ഇത് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് അങ്ങനെ തന്നെ സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉണ്ടല്ലോ, തക്കാളിയുടെ നീരെടുത്തിട്ട് ആ ഒരു തക്കാളി മാറ്റി വയ്ക്കണം. അപ്പോൾ ആ ഒരു തക്കാളി വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് കയ്യിലാണ് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന് താഴെയുള്ള ഭാഗങ്ങളിൽ നിങ്ങളിത് ചെയ്യേണ്ട കേട്ടോ. ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് കഴുത്തിലും കൂടെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കൈ കാലുകളിൽ സൺ ടാനൊക്കെ മാറിക്കിട്ടാൻ അങ്ങനെയും നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തക്കാളി ഈ ഒരു കോഫി പൗഡറിൻ്റെ ഈ ഒരു മിക്സിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു കോഫി പൗഡറിൻ്റെ മിക്സ് തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും മുക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഒരൊറ്റ യൂസിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വയ്ക്കുക. ഉടനെ കഴുകി കളയരുത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് കൈയൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരൊറ്റ യൂസ് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബാണിത്. അപ്പോൾ ഈ ഒരു സ്ക്രബ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരൊറ്റ യൂസ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് തന്നെ കിട്ടും.
യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടും നിങ്ങളുടെ സ്കിന്നിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു സ്ക്രബ് ആഴ്ചയിൽ ഒരിക്കലാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്